ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങെൻ്റെ മാതാവു പിതാവുമങ്ങ്, അങ്ങൻ സഖാബന്ധുവുമങ്ങു തന്നെ. അങ്ങെൻ്റെ വിദ്യാധനമങ്ങു മാത്രം, അങ്ങാണെനിക്കൊക്കെയുമെൻ്റെ ദേവ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം 39-ാമത്തെ ശ്ലോകമാണ് ചൊല്ലാൻ പോകുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപരഃ സംയതേന്ദ്രിയ, ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. മലയാളം. ശ്രദ്ധാലുവിന്നിതാത്മാവിൽ സിദ്ധിക്കും ജ്ഞാനമൊക്കെയും, ജ്ഞാനം കാലക്രമത്താലേ സിദ്ധിക്കാസ്പദമായി വരും. സംയതേന്ദ്രിയഃ തൽപരഃ ശ്രദ്ധാവാൻ ജ്ഞാനം ലഭതേ. അതായത് പരമതത്വത്തിൽ തൽപരനായിട്ട് ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ജീവിക്കുന്ന ഒരു ശ്രദ്ധാലുവായ മനുഷ്യന് ആത്മജ്ഞാനം കൈവരുന്നു. ജ്ഞാനം ലബ്ധ്വാ, ജ്ഞാനം ലഭിച്ചാൽ അചിരേണ, വൈകാതെ തന്നെ, പരാം ശാന്തിം അധിഗച്ഛതി, പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, എളുപ്പവഴികളൊന്നുമില്ല. കർമ്മം ചെയ്യൽ മാത്രമേ നമുക്ക്, ലൗകികന്മാരായിട്ടുള്ള നമ്മൾക്ക് ഒരു വഴിയുള്ളൂ. അത് ചെയ്ത് ജ്ഞാനത്തിലേക്ക് എത്തണം. അതിനൊരു നല്ല ഗുരുവിനെ ആവശ്യമാണ്. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഗുരു താനേ നമ്മിലേക്ക് വന്ന് ചേർന്നോളും. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, തന്നെയേ ഗുരു നമ്മിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഗുരുവിനോട് ചേർന്ന് എത്രയോ കാലങ്ങളെടുത്ത്, ചിലപ്പോൾ പെട്ടെന്നാവും, ചിലപ്പോൾ കാലങ്ങളെടുക്കും, എന്നാലും സാരമില്ല. ഗുരുവായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള തത്വങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെ നമുക്ക് ജ്ഞാനമാർഗത്തിലേക്ക് എത്താൻ പറ്റും. ഇതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് ഈ ഇന്ദ്രിയങ്ങളെ വേണ്ട പോലെ അടക്കിയ ശ്രദ്ധാലുവായ മനുഷ്യന് ആത്മജ്ഞാനം പെട്ടെന്ന് തന്നെ കൈവരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരു ഒരു തത്വദർശിയായിരിക്കണം. ശിഷ്യൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഗുരുവിന് കറക്റ്റായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാനായിട്ട് സാധിക്കണം. മാത്രമല്ല, ശിഷ്യനാണെങ്കിൽ ഗുരുവിലൊരു വിശ്വാസം വേണം. ഇപ്പോൾ ഒരു കുട്ടിക്കാണെങ്കിൽ ഒരു ടീച്ചറെ ആദ്യം തന്നെ വിശ്വസിക്കണം. ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ് കേട്ടിട്ട് എനിക്ക് ഈ ടീച്ചറെ പിടിച്ചില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടീച്ചർ നല്ലതായിരിക്കും, പക്ഷേ കുട്ടിക്ക് ആദ്യത്തെ ദിവസം ഇഷ്ടമായിട്ടുണ്ടാവില്ല. അവൻ തന്നെയാണ് നഷ്ടം പറ്റുക. അതേപോലെ തന്നെ ഗുരു ഈ ടീച്ചറുടെ അടുത്ത് പഠിച്ചാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും, എന്തായാലും കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ആദ്യം വേണം. എപ്പോഴും ഏത് കാര്യത്തിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏത് കാര്യത്തിനും നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിലും ഇത് ഞാൻ നേടും എന്നുള്ളൊരു വിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇവിടെ ഈ ഗുരുനാഥനിൽ ഒരു വിശ്വാസം വേണം. അപ്പോൾ ഗുരുവിൻ്റെ വാക്കുകൾ, ഗുരു പറഞ്ഞു തരുന്ന, ഗുരു എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെയുള്ള ഒരു ഗുരുവിൻ്റെ വാക്കുകളെ നമ്മൾ മനനം ചെയ്ത്, അതായത് വെറുതെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കണ്ട. എത്രയോ ഗുരുക്കന്മാർ അങ്ങനെയുണ്ട് കേട്ടോ. ഗുരുക്കന്മാർ പറയുന്ന തത്വങ്ങൾ കണ്ണടച്ച് അതേപോലെ വിശ്വസിച്ച് ഒരു മൂഢന്മാരായി തീരുന്നവരും ഉണ്ട്. കാരണം അത്ര നല്ല ഗുരുക്കന്മാരാവണം എന്നില്ല അവർ. അപ്പോൾ എന്താ വെച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പല പൂജകൾക്കും അതിനും ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ അവരുടെ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട് പലതും നമ്മളോട് പറഞ്ഞു തരും. അതൊന്നും കേട്ടിട്ടല്ല. നമ്മൾക്ക് ശിഷ്യന് ഇപ്പോഴും ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഗുരുവിൽ നിന്ന് വാക്കുകൾ എടുത്ത് അതിനെ നന്നായിട്ട് പഠിച്ച് അതിൻ്റെ തത്വം എന്താണെന്ന് ഉൾക്കൊണ്ട് ഇന്ദ്രിയങ്ങളെ തൻ്റെ ഉള്ളിലേക്ക് തന്നെ, അല്ലേ, എല്ലാറ്റിനെയും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഈശ്വരനെ, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് സ്വയം മനനം ചെയ്ത് ആത്മസംയമനം നേടണം. ഞാൻ തന്നെയാണ് ഈശ്വരൻ, വേറെ വ്യത്യാസമൊന്നുമില്ല, ഞാനും നീയും ഒന്ന് തന്നെ. ഭഗവാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെ. ശ്ലോകം അവസാനിപ്പിക്കുമ്പോൾ മിക്കവാറും എല്ലാത്തിലും പറയുന്നത് അത് തന്നെയാണ്. നീ തന്നെയാണ് ഞാൻ തന്നെയാണ് നീ, നമുക്ക് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനത്തെ ഒരു നില നമ്മൾക്ക് കൈവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ജ്ഞാനിയായിട്ട് മാറാൻ പറ്റുള്ളൂ, ആത്മസംയമനം നേടാനും സാധിക്കുള്ളൂ. അപ്പോൾ ഗുരുവിൻ്റെ ഒരു നോട്ടത്തിലൂടെയും ഗുരുവിൻ്റെ വചനത്തിലൂടെയും ഗുരുവിൻ്റെ ഒരു സ്പർശനത്തിലൂടെയും ഒക്കെ നമുക്ക് ഈ തത്വങ്ങൾ, ഗുരുവിൽ എന്താണോ ഗുരു പറഞ്ഞു തരുന്നത് അതെല്ലാം തന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. ആദ്യം തന്നെ അതാണ്. നമ്മൾ
വി ആർ റെഡി എന്നുള്ളതാണ്. എന്ത് പറഞ്ഞോട്ടെ അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ എന്ത് പറഞ്ഞോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ വ്യാജന്മാരായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്, അവരുടെ അടുത്തല്ല പറയുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ എന്തൊക്കെയാണോ അവിടുന്ന് കിട്ടുന്നത് വെച്ചാൽ അത് മുഴുവനും നമ്മൾ എടുക്കുക. എന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മുടെ മനസ്സിലിട്ട് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളും ആത്മജ്ഞാനം എന്നുള്ള ലെവലിലേക്ക് എത്തുന്നു. നമുക്ക് പരമമായിട്ടുള്ള ശാന്തി ലഭിക്കുന്നു. പിന്നീട് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നില്ല. കാരണം നമുക്ക് എന്താണ് ദുഃഖം എന്ന് പിന്നീട് നമുക്ക് അറിയാനേ പറ്റില്ല. കാരണം ദുഃഖമില്ലല്ലോ, മനസ്സിലാവില്ല എന്താണ് ദുഃഖം എന്താണ് സുഖം, രണ്ടും ഒരുപോലെയാണ്. അപ്പം നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആദ്യത്തെ വരിയിൽ തന്നെ നമ്മൾ പറയുന്നത് 3 പ്രധാനപ്പെട്ട വാക്കുകളാണ് പറയണത്. ഒന്ന് ശ്രദ്ധ, ഒന്ന് തൽപരഹ താല്പര്യം, ഒന്ന് സംയതേന്ദ്രിയ. അപ്പം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഗുരുവിലുള്ള ഒരു വിശ്വാസത്തിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഗുരുനാഥൻ പറയുന്നത് മുഴുവനായിട്ട് കണ്ണടച്ച് വിശ്വസിക്കണമെന്നില്ല. അത് ചോദ്യം ചെയ്യപ്പെടണം. ചോദ്യം ചെയ്ത് അതിൽ നിന്നുള്ള തെറ്റൊക്കെ മാറ്റി നമ്മൾ നല്ലത് മാത്രം സ്വീകരിക്കപ്പെടുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശാസ്ത്ര ഗുരുവിൻ്റെ ഉപദേശങ്ങളും ശാസ്ത്രവാക്യങ്ങളും ഒക്കെ നമ്മൾക്ക് അതിൻ്റെ ശരിയായ തലത്തിൽ ഗ്രഹിക്കാനുള്ള നമ്മുടെ ബുദ്ധിയുടെ ഒരു കഴിവിനെയാണ് ശരിക്ക് ശ്രദ്ധ എന്ന് പറയേണ്ടത്. അടുത്തത് തൽപരഹ എന്നാണ്. താല്പര്യം, അതായത് ഏത് മാർഗം, ആത്മവികാസമാണ് നമ്മുടെ ഉദ്ദേശം. അതിന് മാർഗം ഏത് തന്നെ സ്വീകരിച്ചാലും ആ മാർഗത്തിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സൊരിക്കലും പതറരുത്, നമ്മുടെ ബുദ്ധി ഒരിക്കലും ഇടറരുത്. അങ്ങനെ ഒരു പതറാത്ത മനസ്സും ഇടറാത്ത ബുദ്ധിയും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ളൊരു പഠനം കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. അതിലെന്താണോ പറയുന്നത്, ഇപ്പോൾ ഉപനിഷത്തുകളിൽ വേദങ്ങളിലൊക്കെ എന്താണോ ഉപദേശിക്കുന്നത് ആ ജീവിത രീതി എനിക്ക് പ്രാവർത്തികമാക്കണം എന്ന ഒരു താല്പര്യം കൂടെ വേണം. അല്ലാതെ വെറുതെ അത് പഠിച്ചുകൊണ്ടായില്ല, അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും കൂടെ ചെയ്യണം. അതാണ് തൽപരഹ എന്ന് പറഞ്ഞത്. ഇനി സംയതേന്ദ്രിയ, ഇന്ദ്രിയ സംയമനമില്ലാതെ നേരത്തെ പറഞ്ഞ ഈ ശ്രദ്ധയും തൽപരതയും ഒന്നും വളർത്തിയെടുക്കാൻ പറ്റില്ല. നമ്മളെ വിഷയങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നത് മുഴുവനും ആരാണ്? ഇന്ദ്രിയങ്ങളാണ്. അതിൻ്റെ ചുഴിയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ എന്താണ് നമ്മുടെ ജീവിത മൂല്യം എന്നുള്ളത് തിരിച്ചറിയാനും പറ്റില്ല. നമ്മൾ പിന്നെ അഴുക്കുചാലിൽ വീണ പോലെയാവും. അവിടെ നിന്ന് ഇങ്ങോട്ട് കര കയറണം. ഇപ്പോൾ വിഷയാസക്തി എന്ന് പറയണത് ഒരു സെറ്റ്, ദൈവികത്വം എന്ന് പറയണത് വേറെ സെറ്റ്, നേരെ ഓപ്പോസിറ്റാണ്, പരസ്പര വിരുദ്ധങ്ങളാണത്. ഒന്നുള്ളിടത്ത് മറ്റേതുണ്ടാവില്ല. ഇപ്പോൾ സൂര്യനുണ്ട്, സൂര്യൻ്റെ മുന്നിൽ ഇരുട്ടുണ്ടോ? ഇല്ല. ഇരുട്ടിൻ്റെ മുന്നിൽ സൂര്യനും ഇല്ല. അതുപോലെയാണ്. അപ്പോൾ എപ്പോഴും ഇന്ദ്രിയ സംയമനം ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ശ്രദ്ധയും താല്പര്യവും വരുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഒരാൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വീണ്ടും ഒരു സംശയം വരാം. ശരി, വിഷയഭോഗങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കാൻ പോവാണ്, ഈ ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ ഞാൻ വിശ്വാസം അർപ്പിച്ച് മനസ്സിനെ അതിൽ തന്നെ ഉറപ്പിച്ച് നിർത്തി ജീവിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്? അതായത് അങ്ങനെ ഞാൻ ജീവിച്ചാൽ എന്താണ് എനിക്കുണ്ടാവുക എന്നൊരു സംശയമുണ്ട്. ബല ഇച്ഛിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുള്ള മറുപടിയാണ് 2ാമത്തെ വരിയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ശ്രദ്ധവാനും അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവനും താല്പര്യമുള്ള ആളും സംയതേന്ദ്രിയനുമായിട്ടുള്ള ഒരാൾക്ക് ജ്ഞാനം എന്തായാലും ലഭിക്കും. ഇത് പണ്ടത്തെ ഋഷിമാർ തരുന്ന ഒരു ഉറപ്പാണ്. അപ്പോൾ ആ ജ്ഞാനം നമുക്ക് ലഭിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പഠിച്ചാൽ മാർക്ക് കിട്ടുമെന്ന് പറയുന്ന പോലെ തന്നെ ഇത് നിങ്ങൾ അനുഭവിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ശാന്തി കിട്ടും. പരമമായിട്ടുള്ള ഒരു ശാന്തി നമുക്ക്, അതാണല്ലോ 2ാമത്തെ വരിയിൽ പറയുന്നത്, പരാം ശാന്തിം അജരേണ അധിഗച്ഛതി എന്നാണ്. വൈകാതെ തന്നെ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. അതിന് സംശയമൊന്നുമില്ല, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് കാലേന എന്നാണ്, മെല്ലെ ചിലപ്പോൾ സമയമൊക്കെ എടുത്തിട്ടായിരിക്കും കിട്ടുക എന്നാണ്. ഇവിടെ അജരേണ എന്നാണ് പറയുന്നത്. അജരേണ എന്ന് പറഞ്ഞാൽ വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടും. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ നമ്മളെല്ലാവരും പൊതുവേ അല്ലേ, നമ്മൾ ലൗകികന്മാരെല്ലാവരും തന്നെ കർമ്മം ചെയ്യുന്നത് ഒരു ഫലം ഇച്ഛിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ശാന്തി
ശാന്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ സുഖവും ദുഃഖവും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് സുഖം ലഭിക്കണം എന്നുള്ള ഒരു പ്രേരണ നമ്മുടെ മനസ്സിലില്ല. ദുഃഖം ലഭിക്കണമെന്ന് പിന്നെ ആരും പ്രാർത്ഥിക്കില്ല. അപ്പോൾ സുഖം ലഭിക്കണം എന്നില്ല. സുഖം എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് പോലും എനിക്കറിയില്ല. സുഖവും ദുഃഖവും ഒരുപോലെയാണ് ഉണ്ടാക്കുന്നത്. ഈ സുഖത്തിലേക്കുള്ള ആഗ്രഹമാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും സങ്കല്പങ്ങളെയൊക്കെ ഉണ്ടാക്കുന്നത്. അത് ബാഹ്യലോകത്ത് കർമ്മങ്ങളായിട്ട്, നമ്മുടെ കർമ്മങ്ങളായിട്ട് എനിക്ക് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ പ്രകടമാവും. അപ്പോൾ അതൊന്നുമില്ലാതെ പരമമായിട്ടുള്ള ഒരു ആനന്ദം മനസ്സിന് ലഭിക്കുമ്പോൾ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറുന്നു, ശരീരത്തിൻ്റെ ക്ലേശങ്ങളും അവസാനിക്കുന്നു. ആ പരമമായ ആനന്ദത്തെയാണ് എന്ത് പറയുന്നത്? ശാന്തി. അതുകൊണ്ട് വീണ്ടും അടുത്ത ശ്ലോകത്തിൽ ഇനി ഉപദേശിക്കുകയാണ്. ഇതിനെപ്പറ്റി യാതൊരു സംശയവും വേണ്ട അർജുന. എന്താ കാരണം വെച്ചാൽ അടുത്ത ശ്ലോകത്തിൽ അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഒരു ശ്ലോകം തന്നെ ചൊല്ലിയിട്ടുള്ളൂ. ഇനി അടുത്തത് 40ാമത്തെ ശ്ലോകമാണ്. കുറച്ച് വലുതാണ്, അർത്ഥം പറയാൻ പറ്റില്ല. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.